ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാറുകറിയാണ് വെക്കുന്നത്. ഈ ചാറുകറി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കപ്പാട കൊണ്ടാണ് നമ്മൾ ചാറുകറി ഉണ്ടാക്കുന്നത്. ഈ ചക്കപ്പാടയൊക്കെ ഇപ്പം എല്ലാവരും കളയുവാണ്, ആരും കറിയൊന്നും വെക്കില്ല. പക്ഷെ നമ്മൾ ഈ ചക്കപ്പാട ഒന്നും ഒരിക്കലും ഞങ്ങൾ കളയും. ഇച്ചിരി ചക്കപ്പാടയുള്ളിൽ ഒന്ന് ഞങ്ങൾ വറുത്ത് കഴിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ തോരൻ അങ്ങനെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ചക്കപ്പാടയോ ഇതൊന്നും കളയത്തില്ല. ചക്ക കൂഞ്ഞ് കളയൂല, ചക്കപ്പാട കളയൂല, ഇതെല്ലാം നമ്മൾ കറിക്ക് ഉപയോഗിക്കും. ഇപ്പൊ നമ്മളാണ് ഇങ്ങനെ കറി വയ്ക്കാൻ മേടിക്കാനൊക്കെ കൊണ്ട് മാർക്കറ്റിൽ ചെന്നാൽ ഭയങ്കര പൊള്ളുന്ന വിലയാണ്, പച്ചക്കറിക്കും വില, മീനും വില. അപ്പൊ നമുക്കൊരു കറിയില്ല ചോറുണ്ണാനും പറ്റില്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കറി വെക്കുവാണ്. ഇന്നലെ ഞങ്ങൾ ചക്ക വാഴച്ചുണ്ടുണ്ടായിരുന്നു, ഇവിടെ ഏത്തവാഴയുടെ കൂമ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇച്ചിരി പയറും കൂടെ തോരൻ വെച്ചു. അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല തോരനായിരുന്നു. അത് കൂട്ടി ചോറിട്ടു. ഇപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു രസക്കറി വെച്ചിട്ടുണ്ട്, ഇവിടെ രസക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഇച്ചിരി ഉണക്കമീൻ വറക്കാനും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ വറുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു ചക്ക അരിഞ്ഞപ്പോഴേ ഞാൻ ഒരു ചക്ക ഇട്ടു. നമ്മുടെ പറമ്പിലെ ചക്കയാണ് കേട്ടോ. ഇട്ട് എടുത്ത് പറഞ്ഞ പാട എന്നാ കളയണ്ട, നമുക്കൊരു കറി വെക്കാൻ പറ്റും. അപ്പൊ നാളെയും കൂടെ കൂട്ടാം. അപ്പൊ ഈ ചക്കപ്പാട കറി വെക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇവനോട് ഞാൻ പറയാം നമുക്ക് ആ ചക്കപ്പാട കറി വെക്കാൻ കളയണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കുറച്ച് ചക്കക്കുരു പൊളിച്ചു. ഈ ചക്കക്കുരു ഇപ്പൊ ഞാൻ നുറുക്കിക്കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പൊ ചക്കപ്പാട കൊണ്ട് തോരൻ വെക്കാം, ചക്കപ്പാട നമുക്ക് കറി വെക്കാം, ചക്കപ്പാട ഉണങ്ങി വെച്ചാൽ നമുക്ക് വറുത്ത് തിന്നാം. അങ്ങനെ പല ഉപയോഗമുണ്ട്. ചക്ക കൊണ്ട് നമുക്ക് പല കറികളും വെച്ച് കൂട്ടാം. നമുക്ക് വലിയ കാശുമുടക്കം വെക്കാം. നല്ല നല്ല ഗുണമുള്ള സാധനമാണ്. ഇതിന് മരുന്നൊന്നും അടിക്കുന്ന ഒന്നുമല്ല. അപ്പൊ നമ്മുടെ പറമ്പിലെ സാധനങ്ങളാണ്. ഇതുകൊണ്ട് നമുക്ക് ചകണിയും തോരൻ വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒന്നും കളയണ്ട. നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമ്മുടെ കറിയിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഈ കറി വെക്കാം. ഞാൻ ചക്കക്കുരു നുറുക്കിക്കൊണ്ടായിരിക്കുന്നത് കേട്ടോ. ചക്കപ്പാട അമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ നിങ്ങളൊരു സാധനം കാണിക്കട്ടെ ക്യാമറയുടെ ഫ്രണ്ടില്. ഇത് ചക്ക കൂഞ്ഞ് നാളെ കറി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ ചക്ക കൊണ്ടുള്ള കുറെ സാധനങ്ങളാണ് ഈ ദിവസങ്ങളിൽ അല്ലേ. ഇപ്പൊ ഞങ്ങൾ കാശ് കൊടുത്ത മീനൊന്നും ഇപ്പൊ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നില്ല. ഇതൊക്കെയാണ്, ഇതാണ് കേട്ടോ ചക്കപ്പാട. നമ്മുടെ ഇത് അമ്മ ചക്ക വെട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് വെറുതെ കണ്ട ഇങ്ങനെ ചുമ്മാ ഞെക്കി എടുത്ത ചക്കപ്പാടയാണ്. ഇനി അമ്മ ചെയ്യാൻ പോണത് ഇത് അരിയുമ്പോ കാണിക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇടാനുള്ള ചക്കക്കുരു അമ്മ നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ അമ്മ നുറുക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് നുറുക്കണം കണ്ടോ. ഓരോ ചക്കക്കുരു എടുത്തിട്ട് കപ്പ ഇങ്ങനെ കൊത്തണ രീതിയിൽ അല്ലേ. ചക്കക്കുരു അങ്ങനെയാണ് കേട്ടോ. അതിൽ കണ്ടോ ഒരെണ്ണെടുത്ത് കാണിച്ചമ്മ. ഞാൻ സത്യം പറഞ്ഞ ഈ കറി കൂട്ടിയിട്ടില്ല കേട്ടോ. പകർന്ന് കൂട്ടിയാ നീ പറയലമ്മ ഇനി ഒരിക്കലും ചക്കപ്പാട കളയുന്നത് കണ്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇത് ഇങ്ങനെ നുറുക്കി എടുക്കുമ്പോ കണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഓരോ കറിയുടെയും കഷ്ണങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ കഷ്ണങ്ങളായിരിക്കും. ഇത് കണ്ടില്ലേ, നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്നും അരിയണ പോലെ അല്ല ഇതിരിക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ചക്കയുടെ പാട അരിയുന്നതിനുണ്ട്, അതും കാണിക്കാവേ. ചക്കപ്പാട ഇപ്പൊ ഞാനാണ് നോട്ട് അരിയണം. അപ്പൊ ഒന്നുകിൽ അമ്മ പറഞ്ഞു ഇതെല്ലാം കൂടെ ചക്കപ്പാട എല്ലാം കൂടെ ഇങ്ങനെ കയ്യിൽ ഒന്നിച്ച് പിടിച്ച് ഇങ്ങനെ അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒന്നിച്ച് പിടിച്ച് അരിയാനായിട്ട് വിഷമായതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ കൂട്ടി വെച്ചാൽ പോരെ. കൂട്ടി വെച്ചിട്ട് നല്ല കുനുകുനുകുനുലാ നിങ്ങൾ ഞാൻ അരിഞ്ഞെടുക്കും മതില്ലേ. ചെറുതായിട്ട് അരിയണം അല്ലേ, നന്നായിട്ട്. ഇപ്പൊ വലിപ്പം കറക്റ്റ് ആണോ ഞാൻ അരിയണേ? ഇങ്ങനെ അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് മൊത്തം അരിയാം ചക്കപ്പാട കുറച്ചുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചത് ഇല്ല, അത് ഇത്രയും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറെ ഉണ്ട്. ഇത് എത്ര ചക്കയുടെ പാടയാണ്? ചക്ക രണ്ടെണ്ണം ചെറുതായിരുന്നു, എല്ലാ പാടയും എടുത്തില്ലേ. കുഞ്ഞു ചക്കയുടെ പാടയാണ്. അതുകൊണ്ട് ഈ ഒരു ബേസിന്റെ അകത്ത് ഒരു ബേസും ചക്കപ്പാടയുണ്ട്. അപ്പൊ ഞങ്ങളിത് ഞാനും അമ്മയും കൂടെ കൂടിയാണ് കേട്ടോ ഇപ്പൊ ചക്കപ്പാട അരിയുന്നത്. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചും അമ്മ അല്ലാതെ കൈ കൊണ്ട്. അമ്മ അരിയാണ് നിങ്ങൾക്ക് കാണാവോ എന്നറിയത്തില്ല, നോക്കട്ടെ. അത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അരി. അമ്മ കയ്യൊറ ഇടാതെ അരിഞ്ഞു കഴിഞ്ഞാൽ കൈ മുറിയത്തില്ല. അമ്മയ്ക്കൊന്നും കൈ മുറിയത്തില്ല, പക്ഷെ എനിക്ക് കൈ മുറിയും. എനിക്ക് അങ്ങനെ അത്ര പ്രാക്ടീസ് ഇല്ല. അപ്പൊ നിങ്ങള് കൈ വെച്ച് അങ്ങനെ അരിയാൻ പാടുള്ളവരാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇതാണ് എളുപ്പം, സേഫ്. ഇത് എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു തെന്നലുണ്ട് അല്ലേ അമ്മ ചക്കപ്പാടയ്ക്ക്. അപ്പൊ കണ്ടോ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് അരിയാം. ഇച്ചിരി വലിപ്പം കൂടിയൊന്നും കുഴപ്പമില്ലല്ലേ. ചീര അരിയണ പോലെ കുനുകുനാന്നല്ലേ. അപ്പൊ നമ്മുടെ ചക്കപ്പാട ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയുണ്ട്. അത് ആവി വരുമ്പോൾ കുറച്ച് കാണുമല്ലോ കേട്ടോ. പിന്നെ ചക്കക്കുരു നുറുക്കിയിട്ടുണ്ട്. നമ്മൾ നുറുക്കിയാണ് എടുക്കുന്നത് ചക്കക്കുരു, അതിന്റെ അരിയുമല്ല, നുറുക്കിയെടുത്തു. അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുക്കറിനകത്താണ്, പെട്ടെന്ന് വേവാൻ വേണ്ടി. പണ്ടൊക്കെ നമ്മളെല്ലാവരും കലത്തിനകത്ത് വെച്ച്, അന്ന് കുക്കറൊന്നും ഇല്ല കേട്ടോ, അടുപ്പേ വെച്ചാണ് വേവിക്കുന്നത്. ഇപ്പൊ നമ്മൾ എളുപ്പത്തിന് നമ്മൾ കുക്കറിലാണ്. അപ്പൊ നമ്മൾ അടിയിൽ ചക്കക്കുരു ഇടാം.
ഒരു 3 വാളം ചക്കക്കുരു ഉണ്ട് അല്ലേ, കൈയളവിനാണെങ്കിൽ അല്ലേ. അപ്പൊ നമുക്ക് ചക്കപ്പാടയും കൂടെ അതിന്റെ മുകളിലോട്ട് ഇടാം. ചക്കപ്പാട നമ്മുടെ കഞ്ഞിപൊടി ചട്ടിക്ക് ഒരു ചട്ടി ഉണ്ട്, പക്ഷെ അത് ഒരു ചട്ടി ഉണ്ടെങ്കിലും കുറയും, ആവി വരുമ്പോ കുറയും ചക്കപ്പാട. അപ്പൊ നമ്മള് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. നമ്മള് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ, ചെറിയ സ്പൂണിന്. പിന്നെ ഉപ്പ് വേണേ നമുക്ക് രണ്ടാമത് ചേർക്കാൻ കേട്ടോ. അപ്പൊ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. അത് നമ്മൾ എരിവെള്ള മുളക് പൊടിയാണ് ഇടുന്നത്, ബിരിയാണി. ഇങ്ങനെയുള്ള കറിക്കൊന്നും കാശ്മീരി മുളക് പൊടി കൊള്ളുമില്ല. മതി, കുറച്ച് വെള്ളം മതി. അപ്പൊ നമ്മൾ ഇതിന്റെ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഇടാം. ഒരു ലേശം വെള്ളം ഇപ്പൊ ഒഴിച്ചിട്ടുള്ളൂ അല്ലേ. 2 വിസിലടിച്ചാ മതി. അപ്പൊ ഗ്യാസിൽ വെച്ച് 2 വിസിലടിപ്പിക്കാം അല്ലേ. അപ്പൊ നമ്മളിത് വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങ നമ്മൾ ചുരണ്ടിയിട്ടുണ്ട്. ഇത്രയും തേങ്ങ ഉണ്ട്. അത് കുറച്ച് നമ്മളിപ്പോൾ അരച്ച് ചേർക്കും. ബാക്കി നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഇത് ചേർക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അരയ്ക്കാനുള്ള തേങ്ങ കുറച്ച് മതി അരയ്ക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, 5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നേരെ ഇട്ട് കൊടുത്തു അല്ലേ. പിന്നെ സ്വല്പം ജീരകം കൂടെ, എത്ര ജീരകം അത് നമുക്കൊന്ന് അരയ്ക്കാൻ. വേറെ ഒന്നും വേണ്ട. ആകെ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തില്ലയോ. ഈ തേങ്ങ നമുക്ക് മാറ്റി വെച്ചേക്കാം. അപ്പൊ നമ്മൾ തേങ്ങ ഈ ഇത്രയും ഭാഗത്തിന് അരച്ചാൽ മതി. പേസ്റ്റ് പോലെ അരയണ്ട. ഒരു അവിയലിന് അരയ്ക്കുന്നതിൽ ഇച്ചിരിയുടെ മുന്തി അരച്ചാൽ മതി. അങ്ങനെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി പരിപാടി നമുക്ക് നോക്കാം. നമ്മുടെ ചക്കപ്പാടയും ചക്കക്കുരുവും കൂടെ നമ്മളൊരു 3 വിസിലടിപ്പിച്ച് നമ്മൾ എയർ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മുടെ കൊച്ചുരുളി അടുപ്പ് വെച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, ഒപ്പം കടുക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി നമ്മൾ അടുത്ത ചുമന്നുള്ളി ഇടുവാണ് കടുക് പൊട്ടിക്കാനുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 വറ്റൽമുളക് കൂടെ ഉണ്ട്, അത് ഇട്ടേക്കാം. ഞാൻ കറിവേപ്പിലയും കൂടെ നമുക്കിടാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് തന്നെ ചെയ്യുന്നത് തേങ്ങയോടെ വറക്കണം നമുക്ക്, അതുകൊണ്ട് ഇടാം. നമ്മുടെ 1 മുറി തേങ്ങയിൽ നമ്മൾ കുറച്ചരച്ച് ബാക്കി വന്ന തേങ്ങ നമ്മൾ ഈ ഒരു എണ്ണയ്ക്കകത്തേക്കിട്ട് വറക്കുക അല്ലേ. അപ്പൊ ഇത് വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിന്റെ എയറൊക്കെ പോയി ഓക്കെ ആവും കറി അല്ലേ. നമ്മുടെ കുക്കർ തുറന്നപ്പോഴേക്കും നമ്മുടെ ചക്കപ്പാട ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നമ്മുടെ തേങ്ങ അങ്ങനെ വറുത്തോണ്ടിരിക്കണല്ലോ, നന്നായിട്ട് വറക്കണം അല്ലേ. ഇത് ചുമന്ന് വേണം നന്നായിട്ട് അല്ലേ. അപ്പൊ അതെ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അരച്ചു വെച്ചേക്കുന്ന തേങ്ങയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങ് ഇടുക. ആ തേങ്ങയും കൂടെ ഒന്ന് വേവട്ട് ഇതിനകത്ത് കിടന്നു മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ വേവിച്ച് ചക്കപ്പാടയും ചക്കക്കുരും കൂടെ ഇതിനകത്ത് ഇടുവാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. സ്വല്പം വെള്ളം ഒഴിക്കാം. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കുക്കറെ കൂടെ ഒന്ന് കഴുകി ഒരു ശകലം വെള്ളം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാൻ. നമ്മൾ ഉടക്കണം അല്ലേ. അധികം തന്നെ ജസ്റ്റ് ഉടച്ചടച്ച് കൊടുക്കാം അല്ലേ. ഇത് ചക്കപ്പാടയാണെന്ന് തോന്നത്തില്ല, വേറൊരു പ്രത്യേക നല്ല ടേസ്റ്റ് അതിന്. അത് വെന്തത് കൂണിന്റെ അതൊരു സോഫ്റ്റ് ആയിട്ട് ഒരു വെണ്ണയൊക്കെ പോലത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്, നല്ലൊരു ടേസ്റ്റ് അതിന്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയല്ലേ. മൊത്തം ചക്കക്കുരു അങ്ങ് ഉടയണ്ട അല്ലെ, എങ്കിലും കുറച്ചൊന്ന് ഉടഞ്ഞ് ഒരു പരുവത്തിനാവണം അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടല്ലേ, ശകല ഉപ്പും ഇടാം. ശകല ഉപ്പും കൂടെ വേണം അല്ലെ. ഉപ്പൊക്കെ നമുക്ക് നോക്കി കൊടുക്കാം. അപ്പൊ അമ്മ ഉപ്പ് നോക്കുന്ന സമയത്ത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ കറിക്ക്. അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ, കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നമ്മൾ കളയണ ഈ ഒരു ചക്കപ്പാട കൊണ്ട് ഇങ്ങനെ ഒരു കറിയാക്കി മാറ്റാന്നല്ലേ. ഇത് നമ്മള് 5-6 പേരുള്ളവർക്ക് ഇഷ്ടം പോലെ കറിയുണ്ട്, നന്നായിട്ട് കറിയുണ്ട്. അപ്പൊ ഇതൊരു ഒത്തിരി അങ്ങ് ഒഴിച്ചു കഴിക്കാൻ പോലത്തെ കറിയല്ല, ഒരു പെരളൻ പോലെ, പെരളനേക്കാളും കുറച്ചും കൂടി വെള്ളമുണ്ട്.
എന്നാൽ വലിയൊരു വെള്ളമല്ല, സാമ്പാർ പോലത്തെ വെള്ളമല്ല. നമുക്ക് തീ കെടുത്താൻ ഇത്രയുള്ള പരിപാടി അല്ലേ? അപ്പൊ നമ്മുടെ കറി നമ്മളൊരു വട്ടക്കല്ലിലോട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെല്ലാ സാധനങ്ങളും വെക്കുന്ന മംഗലത്തിലായിരുന്നു. ചോറ് വെക്കുന്നത്, ചക്ക വെക്കുന്നത് എല്ലാം കലത്തിലായിരുന്നു. ഇപ്പോഴും നമ്മളിവിടെ വെക്കും. പക്ഷേങ്കില് നല്ല രാത്രിയായി, 9:30 സമയം ആവാറായി, ചോറ് നനക്കൽ തിരക്കുണ്ട്. അപ്പൊ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ പറയുക, ഒത്തിരി സമയം ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുക്കറിലേക്ക് വെച്ചു എളുപ്പത്തിന് വേണ്ടി അല്ലേ. അപ്പൊ നമ്മുടെ കറി അങ്ങനെ റെഡി ആയി. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് ചക്കക്കുരുവിന്റെ കറി വെക്കുന്ന ടേസ്റ്റ് അല്ല, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഒരു കൂണുകറിയുടെ രുചിയാണ്, പ്രത്യേക ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്പൊ നമ്മുടെ ഈ പാടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നല്ല കറിയാണ് കേട്ടോ. നമ്മൾ വെച്ച് നോക്കണം ഇതൊന്നും. അപ്പൊ ചക്ക ഇഷ്ടം പോലുള്ള സമയമാണ്. ചക്ക വേവിക്കുന്നവർ ഇതുപോലെ ചക്കപ്പാട എടുത്ത് ഒരു കറി വേണം. ചക്കക്കുരൊക്കെ നമുക്കൊരു ഉച്ചക്കലത്തേക്കോ അല്ലെങ്കിൽ വൈകിട്ടത്തേക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾ വെക്കണം, വെച്ചിട്ട് വിവരങ്ങളെ. അപ്പൊ എന്റെ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും നിങ്ങൾ മറക്കരുത്. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.